the area of a triangle is 480 centimeter square and the ratio of its side is 10:24:26. അതൊരു ട്രിപ്ലറ്റ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 10:24:26 എന്ന് പറയുന്ന ട്രിപ്ലറ്റ് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ട്രിപ്ലറ്റ് വാല്യൂസ് ഓൾറെഡി നേരത്തെ വീഡിയോസിൽ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് ചോദിക്കുന്നത്. ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്താണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വളരെ പെട്ടെന്ന് ആദ്യം എന്ത് ചെയ്യാം, ഏരിയ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അത് ട്രിപ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, ഇത് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും, ആൻഡ് ഇത് നമ്മുടെ ഹൈപ്പോണസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് അഡ്ജസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി ബേസും ഹൈറ്റും ആയിരിക്കും ഈ രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാഫ് BH ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വാല്യൂസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു നമുക്കത് റേഷ്യോസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കതൊരു കോൺസ്റ്റന്റ് പോലെ കൂടെ എടുക്കാം. 10h ഇൻറ്റു 24h എന്ന് പറയുന്നതായിരിക്കണം എന്ത് 480 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് രണ്ട് സീറോസും ക്യാൻസൽ ആവും. 24ഉം 48ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 2 എന്ന് വരും. ഇവിടെ ഒരു 2 ഉണ്ട് ആൻഡ് ഇവിടെ 2 h ഉണ്ട്. സോ നമുക്ക് ഇവിടുന്ന് h² ഈക്വൽ ടു 4 എന്ന് വരുന്നുണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് h ഈക്വൽ ടു 2 ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ h ഈക്വൽ ടു 2. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് പെരിമീറ്റർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ തന്നിരിക്കുന്ന റേഷ്യോസ് എല്ലാം കൂടി നമ്മളൊന്ന് പ്ലസ് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, h കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ട്രയാങ്കിളുടെ 3 സൈഡും അവർ ആക്ച്വലി തന്നിട്ടുണ്ട് നമ്മുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി. 3 സൈഡിൽ റേഷ്യോസ് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 24 + 26 50, 50 + 10 60h എന്ന് വരും. സോ 60h എന്ന് പറയുമ്പോൾ നമുക്ക് എച്ചിന്റെ വാല്യൂ കൂടി വെച്ച് അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 60 × 2 നമുക്കത് 120 എന്ന് വരും. സോ 120 സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ A 120 സെന്റിമീറ്റർ ആണ് നമുക്ക് പെരിമീറ്റർ ആൻസർ ആയിട്ട് കിട്ടുന്നത്.